ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിന് പ്രിയമുള്ള ഏവർക്കും വീണ്ടും വരുന്നവരായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ സുദിനത്തിലും ആയിരിപ്പാനും നമ്മൾ ദൈവത്തിന്റെ നാമമഹത്വത്തിനായി പ്രവർത്തിപ്പാനും ദൈവം നമ്മുടെ ആയുസ് ഒരു ദിനം കൂടി നീട്ടി തന്നിരിക്കുന്ന വൻകൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കാം. ഇന്നത്തെ മോർണിംഗ് മന്നാദൂത് പ്രയോജനകരമായ വരങ്ങൾ എന്നതാണ്. അതിന് ആധാരമായി ഒരു വാക്യം വായിക്കട്ടെ. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 8-ാമത്തെ വാക്യം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഇന്നത്തെ കാലത്ത് ഒരു കല്യാണം, പിറന്നാൾ, വാർഷിക പരീക്ഷയിൽ ഉന്നത വിജയം, ജോലിയിൽ പ്രമോഷൻ എന്നിങ്ങനെയുള്ള വിശേഷങ്ങൾ ആഘോഷിക്കുമ്പോൾ സമ്മാനം കൈമാറാറുണ്ട്. ഈ സമ്മാനങ്ങൾ കൊടുക്കുന്നവർ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന ഉദ്ദേശ്യത്തിന്റെയും സ്വഭാവത്തിന്റെയും ഭാഗികം മാത്രമായിരിക്കും ഈ സമ്മാനം സ്വീകരിക്കുന്നവർ പ്രതിഫലിപ്പിക്കുന്നത്. അതിന് കാരണം കൊടുക്കുന്ന സമ്മാനങ്ങൾ പ്രത്യേക കമ്പനികളിൽ നിന്നോ കടകളിൽ നിന്നും തിരഞ്ഞെടുക്കുന്നതിനാലാണ്. ഇതുപോലെ തന്നെയാണ് കർത്താവിനെയും നമ്മെ രക്ഷിക്കാനുള്ള കർത്താവിന്റെ പദ്ധതിയെയും കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നതിനുമായി യേശു നമുക്ക് പ്രായോഗിക സമ്മാനങ്ങൾ അഥവാ വരങ്ങൾ നൽകുന്നു. ഈ സമ്മാനങ്ങൾ കർശനമായും നമ്മൾ സ്വന്തം സന്തോഷത്തിനായി ഉപയോഗിക്കുന്ന ഒന്നല്ല. പകരം നമുക്ക് ചുറ്റിനുമുള്ളവരെ, സൗഹൃദമുള്ളവരെ, നമുക്കറിയാവുന്നവരെ, നമ്മൾ ദിവസവും കാണുന്നവരെ ഒക്കെ കർത്താവുമായി ഒരു രക്ഷാകരമായ ബന്ധത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ആയിരിക്കണം. അതിനുവേണ്ടി ഉള്ളതാണത്. പക്ഷേ ഈ വിലപിടിപ്പുള്ള സമ്മാനം കിട്ടണമെങ്കിൽ ദൈവം മുമ്പാകെ നമ്മുടെ ഹൃദയം നിർമ്മലമായിരിക്കണം, വിശ്വസ്തതയുള്ളതാവണം. അത്രമേൽ പ്രാധാന്യമുള്ള സമ്മാനങ്ങളാണ് ഈ പ്രയോജനകരമായ വരങ്ങൾ എന്നുള്ളത്. എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 3-4 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു: കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യ പ്രവർത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം എണ്ണിമോകാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? അതിനർത്ഥം പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ദൈവത്തിന് തന്റെ രക്ഷാകര പദ്ധതിയുടെ പ്രാധാന്യവും ആധികാരികവും കാണിക്കാനുള്ള ഒരു മാർഗമാണെന്ന് അഭിപ്രായപ്പെടുന്നത്. ബൈബിളിൽ ആദ്യ ദാനം സ്വീകരിക്കപ്പെടുന്നത് ക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷമുള്ള പെന്തക്കോസ്ത് നാളിലാണ്. അന്ന് പത്രോസ് അതിനെ വിശേഷിപ്പിച്ചത് യേശു സ്വർഗത്തിൽ സിംഹാസനത്തിനായതിന്റെ തെളിവ് എന്നാണ്. യേശു സ്വർഗത്തിലേക്ക് ചെന്ന് സ്വർഗാരോഹണം ചെയ്തിട്ട് അവിടെ വലതുഭാഗത്ത്, പിതാവിന്റെ വലതുഭാഗത്ത് സ്വർഗത്തിനായ അല്ലെങ്കിൽ സിംഹാസനത്തിനായതിന്റെ തെളിവ് ആണെന്നാണ്. ഇത് അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 33-ാം വാക്യത്തിൽ ഉറപ്പിക്കുന്നുണ്ട്. അവൻ ദൈവത്തിന്റെ വലതുഭാഗത്തേക്ക് ആരോഹണം ചെയ്തു, പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നു തന്നു. യേശു നമുക്ക് തന്ന ദാനങ്ങളൊക്കെയും പിതാവിൽ നിന്നും ലഭിച്ചവയാണ്, പിതാവിന്റെ വാഗ്ദത്തങ്ങളാണ്. ലൂക്കോസിലെ സുവിശേഷം 24-ാം അധ്യായം 49-ൽ യേശു പറയുന്നു: എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും എന്ന്. അപ്രകാരം യേശു സ്വർഗസ്ഥനായതിൽ വലതുഭാഗത്ത് ആകൊണ്ട് യേശുവിന്റെ ജീവിതം, മരണം, പുനരുദ്ധാനം, സ്വർഗീയ ശുശ്രൂഷ എന്നിവ ആളുകളെ അവരുടെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും ഒക്കെ രക്ഷിക്കാനുള്ള അധികാരം യേശുവിന് നൽകി. ഈ മരുഭൂമി വാസത്തിൽ നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വിലപ്പെട്ട വരദാനം യേശുവിലൂടെ നമുക്ക് ലഭിച്ചത് പിതാവിൽ നിന്നുള്ള ദാനങ്ങളാണ്, കൃപകളാണ്. യേശു യോഹന്നാൻ സുവിശേഷത്തിലൂടെ പറയുന്നു: ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറയും. നിങ്ങളും ആദ്യം മുതൽ എന്നോട് കൂടെ ഇരിക്കൊണ്ട് സാക്ഷ്യം പറയും. അപ്രകാരം യേശുവിനെ സാക്ഷ്യം പറയുവാൻ, യേശുവിലൂടെ പിതാവിന്റെ വരങ്ങൾ പ്രാപിപ്പാൻ ഇന്നത്തെ പ്രഭാതം എന്ന സന്ദേശം ഏവരെയും സഹായകമാക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തട്ടെ. ആമേൻ. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാസമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, ഹല്ലേലൂയ. ഈ ഒരു നല്ല സുദിനം കൂടിയ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പകർന്നു തന്ന വൻകൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു നാഥാ. ഹല്ലേലൂയ. സ്തോത്രം.
ഈ വിലയേറിയ ദിവസത്തിൽ കർത്താവെ സ്തോത്രം. അങ്ങ് ഞങ്ങൾക്കായി ചെയ്തു തന്നിട്ടുള്ള എല്ലാ വൻകൃപകളെയും അടിയങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നതാണ്. പാപികളും ദോഷികളുമാണ് എങ്കിലും കർത്താവെ സ്തോത്രം. അവിടുത്തെ വൻകൃപയിൽ അടിയങ്ങളെ കരുതുന്ന വൻകൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നതാണ്. ഹല്ലേലൂയ. ഈ ദിവസത്തിൽ കർത്താവെ ആയിരിക്കുമ്പോൾ കർത്താവെ അവിടുത്തെ നാമം മഹത്വപ്പെടുവാൻ മാത്രം, അവിടുത്തെ നാമം മാത്രം മഹത്വപ്പെടുവാൻ തക്കവണ്ണം അടിയങ്ങൾക്ക് കർത്താവെ സ്തോത്രം അങ്ങനെ കൃപയിലായിരിക്കുന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്നതാണ്. ഈ ദിവസത്തിൽ കർത്താവെ ബർത്ത്ഡേ ആഘോഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്വർഗ്ഗീയ നല്ല പിതാവേ, ഈ ദിവസത്തിൽ കർത്താവെ ഓരോ അവരവരുടേതായ ജോലികൾക്കായി ഇറങ്ങി പുറപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി പുറപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന നിലകളിലൊക്കെയും മേഖലകളിലൊക്കെയും കർത്താവെ അവരുടെ ദുസ്സാധ്യം ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങളും കാര്യങ്ങളും ഒക്കെ സാധിച്ചുകൊണ്ട് കർത്താവെ അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവെ അവിടുന്ന് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. സ്വർഗ്ഗീയ നല്ല പിതാവേ, അവിടുത്തെ നന്മകളാൽ ഞങ്ങളെ ഒരുക്കണമെന്ന് യാചിക്കുന്നു. വരവിനായി ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും കൂടി കർത്താവെ അവിടുത്തെ കൃപയിലായിരിക്കുന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം. അടിയങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും ഒന്നും കർത്താവെ അനുഗ്രഹത്തിന് തടസ്സമാവരുതെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളുണ്ടെങ്കിൽ കർത്താവെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്തോത്രം. ഇന്ന് തന്നെയാണ് അവരെ സന്ദർശിച്ച് കർത്താവെ സ്തോത്രം അവരെ തഴുകിത്തലോടി കർത്താവെ അവരുടെ രോഗങ്ങളെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വചനമയച്ച് എല്ലാവരെയും സൗഖ്യപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്വർഗ്ഗീയ നല്ല പിതാവേ, അവിടുത്തെ വരവിനെ ഏവരെയും ഒരുക്കണമെന്ന് യാചിക്കുന്നു. സർവ്വവും ഞങ്ങൾക്ക് ജീവൻ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവർക്കും ഒരു നല്ല പ്രഭാതം നേരുന്നു.